അന്റെ ഒരു പണിയും കഴിഞ്ഞില്ല ഇതുവരെയായിട്ടും. എന്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടെങ്കിൽ ഞാൻ പോകണ്ടാവോ? അങ്ങനെ മത്ത മനസ്സിലാ കറക്കുണ്ടാവില്ലേ? എന്നാ സമാധാനായല്ലോ. ഇത്ര നേരായിട്ട് ഇത് തുടക്കലപ്പ പണി ചോറും കൂട്ടാനൊക്കെ ആയിരിക്കണം അവിടെ. ഞാനൊരു കാര്യം പറയാ, ഞാൻ വെച്ചുണ്ടാക്കുമ്പോ നോക്കുന്നുണ്ട് എനിക്കൊന്നും വയ്യത്. നേരത്തിനും പുറത്ത് പറഞ്ഞ മനസ്സിലേക്ക് അല്ലെങ്കിൽ ഭയങ്കര ചൂടാ. അന്റെ നേരത്തിനാ ഞാൻ ഭക്ഷണം കഴിക്കേണ്ടത്. ഭക്ഷണം കഴിക്കാൻ ഒരു സമയമില്ല, ആ സമയത്തല്ല കഴിക്കേണ്ടത്. ഇവിടെ ഇന്ന് സഹായിക്കാൻ ആരൊന്നും ഇല്ല. ഞാൻ ഒറ്റക്ക് വേണം കിടന്ന് നടക്കണാവാന്. നമുക്ക് ചെയ്തരന്നറിയില്ല. അടുക്കളയില്ല ഫാന് എന്താ അടുക്കള ഞാൻ വെച്ചാൽ എന്താ നിങ്ങൾ നടന്ന പക്ഷെ ചൂടത്താണ് ചെയ്തിരുന്ന ഓരോ ജോലികള് ചെയ്തു. എനിക്ക് എന്തിനാ ചാടി കളിക്കണത്? അങ്ങനെ എങ്ങനെയാന്ന് ചോദിച്ചത് എന്തിനാ? ഞാൻ എടോ ചങ്ങായി എന്റെ പണിയൊന്നും കഴിഞ്ഞില്ലേന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ. ആ അയാണ്ട് വരും. അതിന് ചൂടാവേണ്ട കാര്യം എന്താ? എപ്പ ചൂടാണ് നിങ്ങൾ പറഞ്ഞത്? ഇപ്പൊ ഈ പറയണതും ചൂടായിട്ടാണ്. ഞാൻ ചൂടായിട്ടൊന്നുമല്ല. ആയാണ്ട് വരും. വെറുതെ കൈകാലിക്കൊന്നും വേണ്ട. എപ്പോ നോക്കിയാലും ഓരോന്നോരോന്ന് ഇങ്ങനെ കാണാൻ പോണ അടിച്ചിങ്ങനെ പറഞ്ഞു കൊടുക്കും. മനസ്സിനൊരു സോരും തരില്ല, സമാധാനം തരില്ല. ഒരാളൊറ്റ നിങ്ങൾ കഷ്ടപ്പെടാന് ഉള്ളിയരി വേണം, തക്കാളി വേണം, കറി വെക്കണം, ചോറ് വെക്കണം, പപ്പടം പൊരിക്കണം, മീൻ പൊരിക്കണം, തുടക്കണം, തിരുമ്പണം, എന്തൊക്കെ വേണം. കാലിന്റെ മുറിലാന്ന് പറഞ്ഞിട്ട് സകലமான സാധനങ്ങൾ ഉണക്കാനും പഠിച്ചായിരിക്കുന്നു. ഞാൻ അപ്പോഴേ വേണം മിക്സിക്ക് എടുക്കട്ടെ. ഞാൻ ഈ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്തെ വന്ന അപ്പൊ ഇതുവരെ കഴിഞ്ഞില്ലേ എന്നുള്ളത് ഒരു വാക്ക് ചോദിച്ചു പോയി. അതിന് ഇങ്ങനെ ചൂടാവേണ്ട കാര്യം എന്താ ഉള്ളത്? അതാണ്ട് ഉപയോഗിക്കുന്ന ഞങ്ങളുടെ 2 ചാടി കളിക്കലായിപ്പോ. ഹലോ. അപ്പാ ഞാൻ റസ്യ. എന്തപ്പാ? ഞാൻ പോയേക്കാം. ശരി. അതെ, ഞാനിപ്പോ എന്റെ പേരിലേ മീഷോന്ന് ഒരു ചുരിദാർ ഓർഡർ ചെയ്തിട്ട് 1800 കൂടെ അയച്ചോ? എന്റെ അടുത്ത് ഉണ്ടെങ്കിൽ അയച്ചോ. അല്ല ഇപ്പൊ ഇത്ര നേരം എന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? ഇപ്പൊ എത്ര പെട്ടെന്ന് ഓന്ത് നാണിച്ചു പോവല്ലോ ഇങ്ങനെ നിറം മാറാൻ. കാലും കൈയൊന്നും പിടിക്കണ്ട. ഇപ്പൊ നേരത്തെ ചാടി കളിച്ചല്ലോ, അതേപോലെ ഒന്നും ഇത് പറയാൻ പറ്റുമോ? എന്റെ പണിയുടെ ഭ്രാന്തിലേക്ക് ഞാൻ ഉണ്ടായിരുന്നത്. അയാളൊക്കെ വന്ന് പറഞ്ഞാൽ പിന്നെ ദേഷ്യം വരില്ല. ബാക്കിയുള്ളവർക്കൊന്നും ദേഷ്യമില്ല. ഇപ്പൊ ദേഷ്യപ്പെടുന്നത് അയക്കുന്നത് 1800. ഇന്ത്യ കേക്കണ്ട നേരെ പട കഴിച്ചാൽ മതി. അയച്ചാ ഇതിനാണ് ചാടി കളിച്ചിരുന്നല്ലേ. ഇപ്പൊ പൈസ കിട്ടാൻ ഞാൻ തന്നെ വേണം അല്ലേ? അതിനൊരു കുഴപ്പമില്ല. മാത്രം വർത്താനം പറയൊന്നും വേണ്ട. ഇക്കും കൂടി അവകാശപ്പെട്ട പൈസയാണിത്. ഇവിടെ തരുന്നോട് കണ്ടാ തോന്നും ഒരാളുടെ ഒറ്റക്ക് മാത്രം കാശാണെന്ന്. നിങ്ങൾ അധ്വാനിച്ചിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന പൈസ ഒക്കെ എനിക്കും കൂടി അവകാശപ്പെട്ടതാ. നേർ പകുതി ഇന്ത്യയിൽ അതിലൊരു 1500 എടുത്തിട്ടുള്ളൂ. അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ്. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിന് പാതി അവകാശക്കാണ്. അവിടെ വീട്ടിൽ അധ്വാനിക്കില്ലേ? ഈ പൈസ അയക്കണതിന്റെ മുമ്പ് എന്തുമാതിരി ഭയങ്കര വർത്താനായിരുന്നല്ലോ. പൈസ കിട്ടിയപ്പോ എന്റെ സ്വഭാവം നിറം വീണ്ടും ഓന്തിന്റെ മാതിരി മാറിയല്ലോ. ഓന്തിന്റെ പോലെ മാറിയിട്ടൊന്നുമില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഒരിക്കലും നേരെയില്ല.